ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒറ്റ മൈൻഡിൽ ഇന്ന് പോയിരിക്കുന്നത് മൈസൂരോട്ടാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് ആയിട്ടുണ്ടാവും. മൈസൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മൈസൂർ പാലസ്, അതുപോലെ തന്നെ ഈ മൃഗശാലയൊക്കെയാണല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് സൂയിലേക്കാണ്. അപ്പോൾ അവിടെ കയറുന്നതിന് മുന്നേ നമ്മുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അവരൊരു പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട്. ഒരു പാക്കറ്റിന് 10 രൂപ നിരക്കിൽ ഒരു പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഒരു സീല് നമുക്ക് അടിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ക്യാഷ് കൊടുത്തതിന് ശേഷം തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ QR തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ വാങ്ങിയ പൈസ തിരിച്ചു തരും. ഒരു കണക്കിന് നല്ലതാണ്, കാരണം നമ്മൾ ആ പ്ലാസ്റ്റിക് അവിടെ എവിടെയെങ്കിലും വലിച്ചിടത്തില്ല കേട്ടോ. ഈ സൂയിലാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇപ്പം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുവിധം നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൗണ്ട് ഭയങ്കര കുറവാണ് കേട്ടോ. എല്ലാം ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ. മാനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് മാത്രം കുറവുകളൊന്നും ഇല്ലാണ്ട് ഒരുപാടുണ്ടായിരുന്നു. ഈവൻ ആന പോലും ഭയങ്കര കുറവായിട്ടാണ് തോന്നി കേട്ടോ. പിന്നെ ഭംഗിയുള്ള ആനയൊന്നും കണ്ടില്ല. പിന്നെ കുറേ പാമ്പുകളെയൊക്കെ കണ്ടു. അത്യാവശ്യം കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കണ്ടിട്ട് ഇഷ്ടം തോന്നിയത് ജിറാഫിനെ കണ്ടപ്പോഴാണ് കേട്ടോ. ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കണ്ടോ എന്തൊരു ഹൈറ്റാണല്ലേ, ഭയങ്കര രസമുണ്ടായിരുന്നു. 157ഓളം ഏക്കറിലാണ് ഈ മൃഗശാല നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ സൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 153ഓളം ഇനം പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 5:30 വരെ നമുക്ക് വിസിറ്റിംഗ് ടൈം ഉണ്ട്. മുതിർന്ന ആളുകൾക്കാണെങ്കിൽ 100 റുപ്പീസാണ് അവർ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. പിന്നെ കുട്ടികൾക്കാണ് 50 രൂപയേ ഉള്ളൂ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ഇന്ത്യയിലെയും ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു മൃഗശാല കൂടിയാണ് ഇത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ പോയത് വാട്ടർ ജയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെ ഈ ബ്രിട്ടീഷുകാരെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിലിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ കഴുത്ത് വരെ വെള്ളം നിറച്ചിട്ട് ഇതിനകത്ത് അവരെ ഇങ്ങനെ നിർത്തും കേട്ടോ. അങ്ങനെയാണ്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുറച്ച് 3 നദികൾ സംഗമിക്കുന്ന ആറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇത് കണ്ടില്ല, ഈ കല്ല് പോലെ ഇതിലിങ്ങനെ നേരെ അവർ നിർത്തിയിട്ട് വെള്ളം നിറച്ച് വയ്ക്കും. അങ്ങനെയാണ് അതിൻ്റെ സംഭവം കേട്ടോ. അതൊരു വാട്ടർ ജയിലാണ്. പിന്നെ നമ്മൾ പോയത് ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ് ഷോ പോലെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എൻജോയ് ചെയ്തു. നല്ലൊരു അന്തരീക്ഷവും തണുപ്പും, പിന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്തു.